നമസ്കാരം കുട്ടികളും, സുമർ സാറാണ്. നമ്മുടെ ഇന്നത്തെ ഒരു ക്ലാസ് ആണ് അടുത്ത വർഷം എൻട്രൻസ് എഴുതാൻ പോകുന്ന മീൻസ് റിപ്പീറ്റേഴ്സ്, അതിൽ ഈ വർഷം തന്നെ NDA 2 എഴുതുന്ന കുട്ടികൾ, ഇവർക്കൊക്കെ വേണ്ടിയുള്ള ഒരു മാത്സിന്റെ ഒരു അടിപൊളി ക്വസ്റ്റൻ ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസുകളൊന്നും സാധാരണ കുട്ടികളാരും ചെയ്യാറില്ല. നമുക്ക് എളുപ്പമുള്ള കുറച്ച് പ്രോബ്ലംസുകൾ ചെയ്യുക, അത് വന്നാൽ ചെയ്യുക എന്നൊക്കെയുള്ളതല്ലാതെ ഇത്തിരി ടഫായിട്ടുള്ളതും ഈസി ആണെങ്കിലും അത് തിരിച്ചറിയാതെ പോകുന്നതിന്റെ പേരിൽ ചെയ്യാതിരിക്കുന്ന ഒത്തിരി കുട്ടികളുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റൻ ആണ് നിങ്ങൾ ഇപ്പൊ ബോർഡിൽ കാണുന്നത്. ഇത് നമുക്ക് ഇപ്പോഴത്തെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ഇങ്ങനത്തെ പ്രോബ്ലംസുകൾ ചെയ്യാനില്ല, അതുകൊണ്ട് തന്നെയാണ് മെയിൻ ആയിട്ട് അറിയാൻ വയ്യാത്തത്. പക്ഷെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രോബ്ലത്തിനെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് അടുത്ത വർഷത്തേക്കാണെങ്കിലും ഈ വർഷത്തെ NDA 2-നാണെങ്കിലും ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള ക്ലാസ്സും അതിനോടൊപ്പം നല്ല മെറ്റീരിയലും കിട്ടും. ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി എല്ലാ സബ്ജക്റ്റും ഉണ്ട്. ഇനി മാത്സ് മാത്രമാണെങ്കിൽ അതും നിങ്ങൾക്ക് കിട്ടും. ജോയിൻ ചെയ്യാൻ നമ്മൾ തന്നിട്ടുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് x plus 2y plus z equal 4, 2x plus 4y plus 2z equal 8, 3x plus 6y plus 3z equal 10 has unique solution, infinitely many solutions, no solution and exactly 3 solutions. ഈ ക്വസ്റ്റ്യൻ ഒക്കെ നോക്കിക്കേ, നമ്മൾ സാധാരണ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസുകളല്ല ചെയ്യുന്നത് അല്ലെ, സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. XYZ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇവിടെ അങ്ങനെയല്ല. ഈ XYZ വാല്യൂ കിട്ടുമോ, ഇനി അത് എത്ര കിട്ടും എന്നൊക്കെയുള്ള രീതിക്കൂടെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ ചെയ്യുന്ന രീതിക്കും വ്യത്യാസമുണ്ട്, ക്വസ്റ്റ്യനും പ്രത്യേകതയുണ്ട് കേട്ടോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യം ഇവിടുന്ന് ഇതിന്റെ ഡിറ്റർമിനെ കണ്ടുപിടിക്കാം. നമ്മളൊന്ന് A എന്ന് എഴുതിക്കോണം, ഓർമ്മയുണ്ടല്ലോ. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റർമിനന്റ് നോക്കിക്കോണം. ആദ്യം ഓർമ്മയുണ്ടല്ലോ അല്ലേ, മെട്രിക്സ് A എഴുതും, B എഴുതും, X എഴുതും. നമ്മൾ B X ഒന്നും ഇവിടെ എഴുതാൻ പോകണ്ട, A മാത്രം മതി. ഇതിന്റെ കോഎഫിഷ്യൻസുകളെ ഓരോ റോയിലോട്ട് അങ്ങോട്ട് എഴുതുവാണ്. ഇവിടെ വരുമ്പോ 1, ഈ 2, ഈ 1, ഇതാണ് നമ്മുടെ ഫസ്റ്റ് റോ. സെക്കൻഡ് റോ 2, 4, 2. തേർഡ് റോ 3, 6, 3. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് A എന്ന് പറയുന്ന ഡിറ്റർമിനന്റ്. ഇതിന്റെ വാല്യൂ നമുക്ക് നോക്കുമ്പോൾ ഇതിനെ നമ്മളിങ്ങനെ 1 ഇൻറ്റു ഇതിന്റെ പ്രോഡക്റ്റ് മൈനസ് ഇതിന്റെ പ്രോഡക്റ്റ് ഇത് ഇൻറ്റു അങ്ങനെയൊക്കെ നമ്മൾ കുറെ ചെയ്തൊക്കെ ആൻസർ ഒക്കെ കിട്ടാറുണ്ട്. ചിലപ്പോൾ തെറ്റാറുണ്ട്, അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ കാണാറുണ്ട് അല്ലേ. എന്നിട്ട് അയൽത്തിരിക്കുന്നവന്റെ നോക്കി എഴുതും, അതും തെറ്റായിരിക്കും. പിന്നെ ഇങ്ങനെയൊക്കെയാ, ലാസ്റ്റിൽ ടീച്ചർ ഒരു ആൻസർ പറയും, ലാസ്റ്റിൽ നമ്മൾ അതങ്ങ് എഴുതും. ഓക്കെ, ഇവിടെ അതൊന്നും വേണ്ട. നോക്കിയേ, ഇവിടെ ഫസ്റ്റ് കോളവും സെക്കൻഡ് കോളവും നോക്കിയാൽ സെയിം ആമോനെ കണ്ടോ, 1 2 3 1 2 3. ഇതിന്റെ ആൻസർ അപ്പോൾ എത്ര ആയി കഴിഞ്ഞു? 0 ആയി കഴിഞ്ഞു. ഓക്കെ, നമ്മൾ സാധാരണ +2 ചെയ്തുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻസുകൾക്കൊന്നും ഡിറ്റർമിന്റ് 0 ആവത്തില്ലായിരുന്നു. ഡിറ്റർമിന്റ് 0 അല്ലാത്ത ഒരു നമ്പർ ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് അല്ലെ. ഇവിടെ ഡിറ്റർമിന്റ് 0 ആയി. ഇനി നമ്മൾ ചെയ്യേണ്ടത് മറ്റൊരു മെത്തേഡിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ക്രാമേഴ്സ് റൂൾ എന്നാണ് അതിന്റെ മെത്തേഡ്. വളരെ ഫേമസ് ആയിട്ടുള്ള റൂളായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പൊ അതൊന്നും ആരും പഠിക്കാറില്ല. അത് എളുപ്പമുള്ളൊരു മെത്തേഡാണ്. നോക്കിയാൽ ക്രാമേഴ്സ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മറ്റ് 3 ഡിറ്റർമിന്റ് കൂടെ കണ്ടുപിടിക്കും. അതിന് Δ1, Δ2, Δ3 എന്നാണ് കൊടുക്കുന്നത്. ഇതിനെ ഡെൽറ്റ എന്ന് എഴുതാറുണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ നമ്മൾ A എന്ന് എഴുതുന്നത്. Δ1 എന്ന് പറഞ്ഞാൽ എങ്ങനെയാന്ന് കണ്ടോളാം. ഈ A എന്ന് പറയുന്ന ഡിറ്റർമിന്റെ ഫസ്റ്റ് കോളം കണ്ടോ, 1 2 3 1 2 3. അതിന് പകരം നമ്മുടെ കോൺസ്റ്റൻസുകൾ 4, 8, 10 അതങ്ങോട്ട് ഫസ്റ്റ് കോളത്തിൽ എഴുതും. ഓക്കെ, Δ1. അതുപോലെ ഇനി നമുക്ക് ആരൊക്കെയുണ്ട്? Δ2 ഉണ്ട്, അതുപോലെ Δ3 ഉണ്ട്. ഇത്രയും നമ്മൾ എഴുതണം. ഈ 3 പേരെ കണ്ടുപിടിക്കുന്ന ഒരു പണിയാണ്. അപ്പൊ Δ1 എഴുതുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? A എന്ന് പറയുന്ന അല്ലെങ്കിൽ ഡെൽറ്റ എന്ന് പറയുന്ന ഫസ്റ്റ്, അതിന്റെ ഫസ്റ്റ് കോളം മാറ്റിക്കൊണ്ട് കോൺസ്റ്റന്റിനെ അങ്ങോട്ട് അവിടോട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യും. എന്നിട്ട് സെക്കൻഡ് കോളം, തേർഡ് കോളം, ദാറ്റ് ഈസ് 2 4 6 1 2 3. ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഇവിടെ നോക്കിക്കുക, ഇതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നോക്കിക്കുക, ഇതാണ് 1 2 3 അല്ലേ. കറക്റ്റ് അതിന്റെ ഡബിൾ അല്ലേ കിടക്കുന്നത്. 1ന്റെ ഡബിൾ, 2ന്റെ ഡബിൾ, 3 ഡബിൾ. അപ്പോഴും ഇതിന്റെ ആൻസർ എത്ര ആയിരിക്കും? 0. അപ്പൊ നമ്മൾ ഡിറ്റർമിന്റെ വാല്യൂ 0 ആവുന്ന കേസുകൾ എന്താണ്? ഇനി 2 rows or columns of a determinant are identical, സെയിം ആയാൽ the value of the determinant is equal to 0. നെക്സ്റ്റ് മൾട്ടിപ്പിൾ ആയാലും 0 ആയിരിക്കും. ദാറ്റ് മീൻസ് ഇൻ പ്രൊപ്പോർഷണൽ. ഓക്കെ, ഇതിപ്പോ നോക്കിക്കേ, പ്രൊപ്പോർഷണൽ ആട്ടോ. ഫസ്റ്റിന്റെ 2 ടൈംസ് ആവുമ്പോൾ സെക്കൻഡ് അല്ലെ. ഈ 2 കോളം നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഇരട്ടിയാണ്, അതുകൊണ്ട് അതും എത്ര ആയി പോയി? 0. ഇനി Δ2 എഴുതുന്നത് എങ്ങനെ നോക്കിക്കോണേ. Δ2 ആണ് എഴുതുമ്പോൾ ഈ കോൺസ്റ്റൻസ് കൊണ്ടല്ലോ 4 8 അത് നമ്മുടെ സെക്കൻഡ് കോളത്തിലോട്ട് റീപ്ലേസ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് കോളവും തേർഡ് കോളവും സെയിം ആയിരിക്കും. എല്ലാം നമ്മൾ ഇയാൾക്കാണ് ചേഞ്ച് ഉള്ളത്, A.
അപ്പോൾ സെക്കൻഡ് കോളത്തിന് പകരം നമ്മുടെ കോൺസ്റ്റന്റ് കോളത്തിനെ അങ്ങോട്ട് കൊടുത്തു. അപ്പോൾ 482 കിട്ടി. ഇതിന്റെ ആൻസർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഫസ്റ്റും തേർഡും സെയിം ആണ്. ആൻസർ ആരായി? 0. ഇനി ഡെൽറ്റ 3 എഴുതുമ്പോൾ തേർഡ് കോളത്തിലായിരിക്കണം നമ്മുടെ കോൺസ്റ്റന്റ്സുകളെ എഴുതേണ്ടത്. 4, 8, 10. ബാക്കി ഫസ്റ്റ് കോളവും സെക്കൻഡ് കോളവും സെയിം. ദാറ്റ് മീൻസ് 1, 2, 3, 2, 4, 6. ഇതിന്റെ ആൻസർ എത്ര തന്നെയാണ്? 0. നോക്കിക്കേ, ഇവിടെ ഫസ്റ്റ് കോളം അതിന്റെ കറക്റ്റ് ഡബിൾ ആണ് സെക്കൻഡ് കോളം. 1ന്റെ ഡബിൾ, 2ന്റെ ഡബിൾ, 3യുടെ ഡബിൾ. അത് എത്രയായി? 0. അപ്പൊ ചുരുക്കത്തിൽ ഇവിടെ എന്തൊക്കെയായി? ഇവിടെ നമ്മുടെ എ എന്ന് പറഞ്ഞ ഡിറ്റർമിൻ 0 ആയി, ഡെൽറ്റ 1 0 ആയി, ഡെൽറ്റ 2 0 ആയി, ഡെൽറ്റ 3 എന്തായി പോയി മോനെ? 0. ഇങ്ങനെയുള്ള ഒരു കേസിൽ നമുക്ക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ ആയിരിക്കും. എല്ലാം 0. ഫസ്റ്റ് ഡിറ്റർമിൻ 0, പിന്നെ നമ്മൾ 3 ഡിറ്റർമിന്റ് ഡെൽറ്റ 1, ഡെൽറ്റ 2, ഡെൽറ്റ 3 എടുത്തും അതും 0 കിട്ടിക്കഴിഞ്ഞാൽ ഇതിന് ഇഷ്ടം പോലെ സൊല്യൂഷൻ കിട്ടും എന്നാണ് എൻ്റെ അർത്ഥം. ഇനി മറ്റൊന്ന് 2 കേസ് നോക്കാം. ഇപ്പൊ ഇവിടെ എ നമ്മൾ ചെയ്തപ്പോൾ നോട്ട് ഈക്വൽ 0 വന്നു. 0 കിട്ടിയില്ല മോനെ. ചിലപ്പോൾ 5എന്നോ 7എന്നോ കിട്ടിക്കഴിഞ്ഞാൽ 0 എന്നാണോ? അല്ല. ഈ സമയത്ത് നമുക്ക് കിട്ടുന്നത് ഫസ്റ്റ് യുണീക് സൊല്യൂഷൻ ആയിരിക്കും. ഫസ്റ്റ് കേട്ടോ, യുണീക് സൊല്യൂഷൻ. അപ്പൊ യുണീക് സൊല്യൂഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഡിറ്റർമിനന്റ് എന്തായിരിക്കണം മോനെ? നോട്ട് ഈക്വൽ എത്ര ആയിരിക്കണം? 0. ഇനി ഇവിടെ ഡിറ്റർമിനന്റ് 0 ആയി. ഓക്കെ, ഡിറ്റർമിനന്റ് 0 ആയി. നെക്സ്റ്റ് ഇത് 0 ആയി, ഇതും 0 ആയി, ഇതും 0 ആയി. ഒരാൾ 0 ആയില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? നോ സൊല്യൂഷൻ ആയിരിക്കും. ഓക്കെ, അങ്ങനെയുള്ള പല രീതിക്കുള്ള കേസുകൾ പഠിച്ചാലേ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ, ഇതിന്റെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കും ഇവന് കുറേ പ്രോബ്ലംസ് ഉണ്ട്, ഇതിനുള്ളിൽ ABC ഒക്കെ കയറി വരും, കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള കുറെ സെഗ്മെന്റ്സ് പഠിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ മാക്സിമം നിങ്ങൾക്ക് കിട്ടേണ്ട ക്ലാസ്സുകളും അതിനോടൊപ്പം തന്നെ മെറ്റീരിയലും കിട്ടും. അപ്പോൾ എല്ലാവരും മാക്സിമം ക്ലാസ് ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവരും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. ഓക്കെ, എല്ലാവരും അടിപൊളിയായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ +2 പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നല്ല രീതിക്കുള്ള ക്ലാസ് കിട്ടിയിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ.